റീസെൻ്റായിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വുമൺ ഓൺട്രപ്രണർഷിപ്പാണ്. അതിൻ്റെ മീനിങ്, അതേപോലെ തന്നെ വുമൺ ഓൺട്രപ്രണർഷിപ്പ് ഇൻ കേരള, ദെൻ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ്, അല്ലെങ്കിൽ റീസൺസ് ഫോർ ദി സ്ലോ ഗ്രോത്ത് ഓഫ് വുമൺ ഓൺട്രപ്രണർഷിപ്പ് നമ്മൾ കണ്ടിരുന്നു. ഇനി അതിൻ്റെ വാട്ട് ആർ ദ ചലഞ്ചസ് ഓഫ് പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദി ഓൺട്രപ്രണർ, അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്കറിയുന്ന പോലെ തന്നെ ഏറ്റവും പല ഫീൽഡിൽ അല്ലെങ്കിൽ ഈ ഒരു വുമൺ ഓൺട്രപ്രണറായി വരാനായിട്ട് പലരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ദ ഷോർട്ടേജ് ഓഫ് ദ ഫിനാൻസ് ആൻഡ് റോ മെറ്റീരിയൽസ്. കാരണം നമുക്ക് ഒരു ബിസിനസ് റൺ ചെയ്ത് പോകാനായിട്ട് അതിനനുസരിച്ചുള്ള ഫണ്ട് നമുക്ക് വേണം. ഒന്നെങ്കിൽ സ്വന്തമായിട്ട് പ്രോപ്പർട്ടിക്ക് ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് റോൾ ചെയ്തിട്ട് വേണമെങ്കിൽ ഫണ്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്വന്തം പേരിൽ പ്രോപ്പർട്ടികളോ അല്ലെങ്കിൽ ബിൽഡിങ്ങോ ഒന്നും ഉണ്ടായിരിക്കില്ല. അതുപോലെ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഏരിയയാണ് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അവരും ഇതേപോലെ തന്നെ ഫണ്ട് തരുമെന്നും ഒരു ഉറപ്പില്ല. കാരണം ഒരു വുമൺ ആകുമ്പോൾ ഒരു ഓട്ടോമാറ്റിക്കലി പേടിച്ചോ ബിസിനസ് ഇനി ലോസാണ് ഉണ്ടാകുന്നെങ്കിൽ അവർക്ക് ആ ഒരു ഫണ്ട് അടയ്ക്കാനുള്ള അല്ലെങ്കിൽ ലോൺ അടയ്ക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ ഫേസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെയാണ് റോ മെറ്റീരിയൽസ്. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള റോ മെറ്റീരിയൽസ് എവിടെയുണ്ട്, അല്ലെങ്കിൽ സപ്ലയേഴ്സ്, കൊട്ടേഷൻ എടുക്കണം, അങ്ങനെ പല പ്രൊസീജിയറൊക്കെ ഉണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അധികം റിസ്ക് എടുക്കാതെ തന്നെ ചിലപ്പോൾ അത് കുഴപ്പമില്ലാത്ത റോ മെറ്റീരിയൽ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എടുക്കും. അപ്പോൾ വുമൺ ഓൺട്രപ്രണർഷിപ്പ് അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രണർ എന്ന രീതിയിൽ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ ഷോർട്ടേജ് ഓഫ് ഫണ്ട്, റോ മെറ്റീരിയൽസ്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് വേണം, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. നമുക്കൊരു ഗ്ലോബൽ മാർക്കറ്റോ ഈവൻ ഒരു ലോക്കൽ മാർക്കറ്റിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സപ്ലയേഴ്സ്, ഇതിനൊക്കെ നമുക്ക് കിട്ടണം. എന്നാലാണ് നല്ലൊരു മാർക്കറ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു വേറൊരു പോയിൻ്റാണ് കീൻ കോമ്പറ്റീഷൻ. കാരണം ഒരു വുമൺ ഓൺട്രപ്രണർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ചലഞ്ച് ഒരു ഏരിയയാണ് റിഗിഡ് കോമ്പറ്റീഷൻ. കാരണം ഇതേ ഫീൽഡിൽ തന്നെ ബാക്കി പല വ്യക്തികളും വർക്ക് ചെയ്യുന്നവരുണ്ട്. വുമൺ ഓൺട്രപ്രണർ അല്ലാണ്ട് ബാക്കി എല്ലാ വ്യക്തികളും ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് ഫീൽഡുണ്ട്. അതിനെ ഫേസ് ചെയ്ത് വരാനായിട്ട് അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് വരാനായിട്ട് ഒരു വുമൺ എടുക്കുന്ന സ്ട്രെയിൻ റിസ്ക് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്തൊരു പോയിൻ്റാണ് ഹൈ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ. നമുക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ വുമൺ ഓൺട്രപ്രണർഷിപ്പ് ആയിക്കോട്ടെ, സാധാരണ ഒരു വേറൊരു വ്യക്തി തുടങ്ങുന്നതായിക്കോട്ടെ, നമുക്ക് എന്ത് വേണം? ഫണ്ട് വേണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, അഡ്വക്കേറ്റ് ഫണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നല്ല രീതിയിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ലേബേഴ്സിന് ഫണ്ട് കൊടുക്കണം, അതുപോലെ തന്നെ സപ്ലയേഴ്സ്, അതായത് റോ മെറ്റീരിയൽസിൻ്റെ ഫണ്ട് വരും, മിഷനറീസ്, ബിൽഡിങ്, അങ്ങനെ ബാക്കി എക്സ്ട്രാ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹൈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനാണ് ഒരു വുമൺ ഓൺട്രപ്രണർ ഫേസ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് ലോ മൊബൈലബിലിറ്റി. കാരണം ഒരു വുമൺ ഓൺട്രപ്രണറിൻ്റെ ഏറ്റവും വലിയ ഒരു മനസ്സിലുള്ളൊരു കാര്യമായിരിക്കാം, നമുക്കറിയാത്തൊരു സ്ഥലം, നമ്മളറിയാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ എങ്ങനെ പോകും, അല്ലേ? നമുക്ക് അറിയാത്തൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു ഏരിയ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ പോകേണ്ടി വരും. അപ്പോൾ എന്താണ്, ഓട്ടോമാറ്റിക്കലി അവരവിടെ നിന്ന് പിന്മാറും. അയ്യോ, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല. ഇനി അതുപോലെ തന്നെ ഇനി ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീഷ്യൽസിലേക്ക് പോകേണ്ടി വരും. കാരണം എന്തെങ്കിലും ഗ്രാൻഡ് അല്ലെങ്കിൽ ലൈസൻസ് അതൊക്കെ കിട്ടാനായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ എന്താണ്, മൊബൈലബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ പറയുക, ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തായിരിക്കും, വുമൺ ഓൺട്രപ്രണേഴ്സ് ചിലപ്പോൾ ബാക്ക്വേർഡ് പോകുന്നവരുണ്ടായിരിക്കാം, ബാക്ക് അടിക്കുന്നവരുണ്ടായിരിക്കാം, ബട്ട് അതിനെ തരണം ചെയ്ത് വരുന്നവരുണ്ടായിരിക്കാം. എന്നാലും ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ് ലോ മൊബൈലബിലിറ്റി. നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ. നമുക്കറിയാം നോർത്ത് ഇന്ത്യൻസിലൊക്കെ എഡ്യൂക്കേഷൻ വളരെയധികം കുറവാണ്. കാരണം പെൺകുട്ടികളാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ അപ്പോൾ തന്നെ അവർ എഡ്യൂക്കേഷൻ അവിടെ നിർത്തും. അതായത് ജനിക്കുമ്പോൾ തന്നെ പെൺകുട്ടിയാണെങ്കിൽ ഒന്ന് വീട്ടിലെ കാര്യങ്ങൾ, വീട്ടിൽ പണിയെടുപ്പിക്കുക, അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ നോക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പാരൻസ്, നോർത്ത് ഇന്ത്യൻസ് കൂടുതൽ ചെയ്യുന്നത്. ഒന്ന് എന്താ പറയുക, പ്രായമാകുമ്പോൾ 14, 15, 13, 12 വയസ്സിൽ എന്ത് ചെയ്യുന്നു, അവരെ കല്യാണം കഴിപ്പിച്ച് വിടുന്ന ഒരു ട്രെൻഡാണ് അവിടെയുള്ളത്. പണ്ടും ഇവിടേക്കായിരുന്നു, പക്ഷേ ഇതൊക്കെ മാറിത്തുടങ്ങി. അല്ല, ചൈൽഡ് ലേബർ, അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, അതൊക്കെ മാറിത്തുടങ്ങി. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും എല്ലാവരും ഒന്ന് കോൺഷ്യസ് ആയി തുടങ്ങിയിട്ടുണ്ട് എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ നമ്മുടെ വുമൺ ഓൺട്രപ്രണേഴ്സ്
ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലം തന്നെയാണ്. അടുത്താണ് ലോ കപ്പാസിറ്റി ടു ബിയർ റിസ്ക്. കാരണം റിസ്ക് കൂടുതലാണ്. അല്ല, ഒരു പ്രത്യേകിച്ച് ബിസിനസ് ഫീൽഡ് ആകുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലൊരു കാര്യമാണ് റിസ്ക് 100% ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാത്രമാണ് നമുക്ക് ആ ബിസിനസ്സിൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ലീഡ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്നവരായിരിക്കണം. അതിനുള്ള സെൽഫ് കോൺഫിഡൻസ് അത് അവർക്ക് കിട്ടുന്ന കൂടുതൽ ഫാമിലി സപ്പോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് കൊണ്ടായിരിക്കാം. എന്നാലും തന്നെയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സപ്പോർട്ട് വളരെയധികം അവർ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, അവർക്ക് ഏത് റിസ്ക് വേണമെങ്കിലും തരണം ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ നമുക്കൊരു സപ്പോർട്ടൊന്നുമില്ല, അല്ലെങ്കിൽ ഒരു ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിസ്ക് എടുക്കാനുള്ള ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് കുറയാണ് ചാൻസ് ഉള്ളത്. അടുത്താണ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ സോഷ്യൽ ആറ്റിറ്റ്യൂഡ് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇന്ന ആൾ അല്ലെങ്കിൽ ആ ഒരു ചേച്ചി ബിസിനസ്സിലേക്കാണ് ഇറങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും മുഖത്ത് വിരൽ വെക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവൾ എന്തിനാണ് ഇപ്പോൾ വേറെ പണിയുള്ളത്, അവൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ എന്നാണ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതും എന്ത് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി നമ്മുടെ വുമൻസ് ഫേസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്. സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവർക്ക് വീട്ടിലിരുന്നാൽ പോരെ, വീട്ടിലെ കാര്യങ്ങൾ നോക്കിയാൽ പോരെ, ഇങ്ങനെയൊക്കെയാണ് ചിന്താഗതികൾ. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം, നമുക്ക് വേജ് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഈ സ്ത്രീകളെല്ലാവരും അനുഭവിക്കുന്നവരാണ്. കാരണം ഡൊമിനേഷൻ കൂടുതൽ മെയിലിനായിരിക്കണം, വുമൻസ് എപ്പോഴും താഴെ എപ്പോഴും നിന്നാൽ മതി, അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്. അതും നമ്മുടെ ഒരു ഓൺട്രപ്രണർഷിപ്പിന് വളരെയധികം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ, ലോ നീഡ് ഫോർ ദ അച്ചീവ്മെൻറ്റ്. നമ്മളൊരു ഫാക്ടേഴ്സായിട്ട്, അതായത് ഗ്രോത്ത് ഓഫ് ദ വുമൺ അല്ല, ഓൺട്രപ്രണർഷിപ്പ് ഗ്രോത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു സൈക്കോളജിക്കൽ ഫാക്ടറായിരുന്നു നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്. നമുക്കൊരു ഗോൾ ഉണ്ടായിരിക്കണം. ആ ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള എല്ലാ കഠിന പരിശ്രമങ്ങളും നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആകുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ പല പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്കുള്ള ആ ഒരു നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. അവർ ആഗ്രഹങ്ങളുണ്ടായിരിക്കും, പക്ഷേ അത് അവർ അടിച്ചമർത്തുക തന്നെ ചെയ്യും. കാരണം ഞങ്ങൾക്ക് സപ്പോർട്ടില്ല, അല്ലെങ്കിൽ നല്ലൊരു ഫണ്ട് റോൾ ചെയ്യാനായിട്ട് പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരുടെ നീഡ് ഫോർ അച്ചീവ്മെൻറ്റ് കുറയാണ് ചെയ്യുന്നത്. അടുത്തൊരു കാര്യമാണ് ലാക്ക് ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ട്രെയിനിങ്. നമുക്ക് ഒരു കാര്യത്തിലേക്ക്, ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ അതെങ്ങനെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, എന്തൊക്കെ മാറ്റേഴ്സാണ് അല്ലെങ്കിൽ എന്തൊക്കെ റോ മെറ്റീരിയൽസാണ് വേണ്ടി വരും ഒന്നും നമുക്കറിയില്ല. നമുക്ക് ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷനാണ്. അത് പ്രൊവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്കത് ഇങ്ങനെ ചെയ്യണമല്ലേ, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെയാണ് യൂട്യൂബൊക്കെ, പണ്ടൊക്കെ എന്താണ് ഒരു കാര്യം ചെയ്യാനായി നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് അതിനുള്ള സോഴ്സുകളോ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നാണ് ഈ ഇൻഫർമേഷൻ അവൈലബിൾ ആകുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും വളരെ കുറവായിരുന്നു. ഇപ്പോഴൊക്കെ ട്രെൻഡ് മാറിയിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിഗതി എന്താണ്, ട്രെയിനിങ്ങുകൾ കിട്ടുന്നുണ്ട്. നമുക്ക് ഈവൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യം ഇന്ന പോലെയാണല്ലേ. ഇപ്പോൾ ഒരു കൂൺ കൃഷി, അത് കൂൺ എങ്ങനെയാണ് അതിൻ്റെ സീഡ് കിട്ടുന്നത്, അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്, എത്ര ടൈമുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. അതിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പല ട്രെയിനിങ്ങൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ എല്ലായിടത്തും ഇല്ല. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ കുടുംബശ്രീ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് പോലെയുള്ള ഫീൽഡ് വഴി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും അവരുടേതായ രീതിയിലുള്ള ട്രെയിനിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ വുമൺ ഓൺട്രപ്രണേഴ്സ് ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് ഇൻഫോർമേഷൻസ്. ദീസ് പോയിൻറ്റ്സ് ആർ the challenges or the problems faced by the entrepreneurs, women entrepreneurs. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പോയിൻറ്റ്സൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. നമുക്കത് ക്വസ്റ്റ്യനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റണം.